അസ്സലാമു അലൈക്കും. നമുക്കൊക്കെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാകും. വലിയ വലിയ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും നമുക്കുണ്ട്. വിദേശത്ത് ചെല്ലുവാനും അവിടെ പഠിക്കുവാനും അവിടെ സെറ്റിലാകാനും ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ. ചില ആളുകൾക്ക് ഇഷ്ടം പ്രവാചക നഗരികളായ മക്കയിലും മദീനയിലും പോകുവാനും അവിടെ മരിക്കണമെന്നൊക്കെയായിരിക്കും. വിവിധങ്ങളായ ഇഷ്ടങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. എന്നാൽ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ, നമ്മുടെ നേതാവ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് നബിതങ്ങൾ തന്നെ പറയുകയാണ്. നബിതങ്ങൾക്ക് 3 ഇഷ്ടങ്ങളാണ്. 3 വസ്തുക്കളോട് വലിയ സ്നേഹമായിരുന്നു. ഒന്നാമത്തേത് നിസ്സാഉ, അവിടുത്തെ ഭാര്യമാരോടാണ്. നബിതങ്ങൾ ഭാര്യമാരെ ചേർത്ത് നിർത്തുമായിരുന്നു. ആയിഷ ബീവിയുടെയൊക്കെ കൈ പിടിച്ചുകൊണ്ട് എത്രയോ നബിതങ്ങൾ നടന്നിരിക്കുന്നു. നബിതങ്ങൾ 11 വിവാഹങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വിമർശനങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ആ വിവാഹങ്ങൾ മുഴുവനും അനാഥരെയും ആശ്രയം നഷ്ടപ്പെട്ടു പോയവരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടിയായിരുന്നു. ചേർത്ത് പിടിച്ച നബിതങ്ങൾ ഒരിക്കൽ പോലും ആ ഭാര്യമാരോട് അനീതി കാണിച്ചിട്ടില്ല. പ്രവാചകനായിട്ട് പോലും അവരുടെ എല്ലാ മാന്യമായ ഇഷ്ടങ്ങൾക്കും കൂടെ നിന്നു. കാരണം അത്രത്തോളം നബിതങ്ങൾക്ക് അവരെ ഇഷ്ടമായിരുന്നു. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടത് സുഗന്ധമാണ്. നബിതങ്ങൾ തന്നെ സുഗന്ധമാണ്. അവിടുത്തെ വിയർപ്പിന് പോലും കസ്തൂരിയേക്കാൾ മണമുണ്ട് എന്ന് സ്വഹാബാക്കൾ നിവേദനം ചെയ്യുകയാണ്. ആ നബിതങ്ങൾ രണ്ടാമതായി ഇഷ്ടപ്പെടുന്നത് ധാരാളമായി സുഗന്ധം ഉപയോഗിക്കാനാണ്. സുഗന്ധം ധാരാളമായി ഉപയോഗിക്കുന്നവർക്ക് ബുദ്ധിശക്തി വർദ്ധിക്കുമെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മൂന്നാമതായി നബിതങ്ങൾ ഇഷ്ടപ്പെട്ടത് നിസ്കരിക്കുവാനാണ്. അതുകൊണ്ടാണ് ആയിഷ ബീവി ചോദിച്ചത്, അങ്ങയുടെ കാലിൽ നീര് കെട്ടിയിട്ടും വീണ്ടും അങ്ങ് നിസ്കരിക്കുകയാണോ? നബിതങ്ങൾ പറഞ്ഞു, നന്ദിയുള്ള അടിമയാകുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നന്ദിയുള്ള അടിമയുടെ അടയാളം നിസ്കാരമാണ്. അത് നബിതങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പല വിധത്തിലുള്ള ഇഷ്ടങ്ങൾ നബിതങ്ങളാകുമ്പോഴാണ് നാം ഓരോരുത്തരും നബിതങ്ങളെ പിൻപറ്റിയവരാകുന്നത്. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ. അസ്സലാമു അലൈക്കും.